عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന മിനല്ലാഹ്. അടുത്ത ദിവസം ബസ്സിൽ പോകുമ്പോൾ വൃദ്ധനായ യാത്രക്കാരനോട് കണ്ടക്ടർ ചോദിക്കുന്നു. അയാൾ കൈ ഉയർത്തി കാണിക്കുന്നു. പിന്നീട് വിരലുകൊണ്ട് മറ്റു കൈയിൻ്റെ പള്ളയിൽ എന്തോ എഴുതി കാണിക്കുന്നു. അതെ, സംസാരിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. സംസാരശേഷിയുടെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം നാം ഓർക്കാറുണ്ടോ? പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ. രണ്ട് കണ്ണുകൾ നൽകിയില്ലേ, നാവിന് നൽകിയില്ലേ, രണ്ട് ചുണ്ടിനെ നൽകിയില്ലേ. വലിസാനൻ യുഅബ്ബിറു അമ്മാ ഫീ ളമീരിഹി. മനസ്സിലുള്ളത് പുറമെ മൊഴിയായി അവതരിപ്പിക്കാൻ നാവ് കൊണ്ട് കഴിയുന്നു. വശഫത്തൈൻ, രണ്ട് ചുണ്ട്, യസ്തുറു ബിഹിമാ സഅറഹു. അവൻ്റെ മോണുകളെ അതുകൊണ്ട് മറയ്ക്കാൻ കഴിയുകയാണ്. വയസ്തഈനു ബിഹിമാ അലാ നുത്ഖി വല്ലക്കലി വശുർബി. ആ ചുണ്ടുകൊണ്ടും സംസാരത്തിന് സഹായമാകുന്നു, ഭക്ഷിക്കാനും കുടിക്കാനുമൊക്കെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ച നാവും ആ നാവിൻ്റെ ശബ്ദം പുറത്തേക്ക് വരാൻ സഹായമായി തീരുന്ന ചുണ്ടുകളുടെയും ഒക്കെ അനുഗ്രഹമൂല്യം ഇവിടെ ഒന്ന് ചിന്തിക്കുക എന്നതാണ്. പടച്ച തമ്പുരാൻ തന്ന നാവിൻ്റെ ഈ അനുഗ്രഹം അള്ളാഹു പൊരുത്തപ്പെട്ട വിഷയത്തിലാണല്ലോ ഉപയോഗപ്പെടുത്തേണ്ടത്. ഖൂലു ഖൗലൻ സദീദ, ഖുർആൻ്റെ ആഹ്വാനമല്ലേ? നല്ല സംസാരങ്ങളെ കുറിച്ചിട്ടാണ് പടച്ചവൻ പറയുന്നത്. ഖുൽ ലഹുമാ ഖൗലൻ കരീമ. മാതാപിതാക്കളുടെ സംഭാഷണം വളരെ മാന്യമായിരിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണല്ലോ. നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരനും കൂടി ധിക്കാരിയായ ഫിർഔന്റെ അടുത്തേക്ക് അള്ളാഹു പറഞ്ഞയക്കുന്നുണ്ട്. പടച്ചവൻ പറഞ്ഞതെന്താ? ഖൂലാ ലഹു ഖൗലൻ ലയ്യിന. വളരെ മാർദ്ദവമായ ശൈലിയിൽ സംസാരിക്കണം എന്നതാണ്. സംസാരം എപ്പോഴും നാവല്ലേ, അതിനെ നിയന്ത്രിക്കണം. അതിനെ കഠിനമായ ശൈലിയിൽ വളരെ സാഹസപ്പെട്ടുകൊണ്ടാണെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയണമെന്നതാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം വലിയ തത്വജ്ഞാനിയാണല്ലോ. യജമാനൻ ഒരിക്കൽ ഒരാടിനെ നൽകി ശരീരത്തിലെ അറുത്ത് ഏറ്റവും മോശപ്പെട്ട അവയവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം ആടിനെ അറുത്ത് നാവും കരളുമാണ് കൊണ്ടുവന്നത്. പിന്നീട് ഒരിക്കൽ ആടിനെ നൽകി അതിൻ്റെ ഏറ്റവും നല്ല അവയവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അതെ, അപ്പോഴും കൊണ്ടുവന്നത് നാവും ഹൃദയവുമായിരുന്നു. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്ന് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകുമല്ലോ. അപ്പോൾ മഹാനവർ പറഞ്ഞത്, ഏറ്റവും നന്നായാൽ ഇത്ര നല്ല സാധനം വേറെയില്ല, എന്നാൽ ഏറ്റവും മോശമായാലോ ഇതുപോലത്തെ ഒരു സാധനവും വേറെയില്ല എന്നായിരുന്നു പറഞ്ഞത്. ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാചാലമാകുന്നുണ്ടല്ലോ. ശരീരത്തിലെ മാംസകഷ്ണം നന്നായാൽ സലഹൽ ജസദ് കുല്ലുഹു, ശരീരം മുഴുവൻ നന്നാവും. അത് വിടക്കായാൽ എല്ലാം വിടക്കാവും. അപ്പോൾ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിൽ നിന്നുകൊണ്ടാണല്ലോ നല്ല ആശയങ്ങൾ നാവിലൂടെയും പുറത്തു വരുന്നത്. ആ നാവ് വളരെ നിയന്ത്രണത്തോടെ പടച്ചവനെ പേടിച്ചുകൊണ്ട് സംസാരിക്കണം, നല്ലത് മാത്രം. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറ. എത്ര കയ്പ് അനുഭവപ്പെട്ടാലും സത്യം പറയൂ എന്ന് തിരുവചനങ്ങൾ കാണാമല്ലോ. സത്യം പറയേണ്ടടുത്ത് പിന്നെ അവിടെ ഒന്നും മറിക്കേണ്ടതില്ല, അത് നാവിൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ എത്രയോ ഇടങ്ങളിലാണ് അത് നിയന്ത്രിക്കേണ്ട കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയും പറയുന്നത്. മയ്യളുമല്ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന രിജ്ലൈഹി അളുമൻ ലഹുൽ ജന്ന. രണ്ട് താടിയെല്ലിൻ്റെ ഇടയിലുള്ളൊരു വസ്തുവിനെ
കാലുകൾക്കിടയിലുള്ള വസ്തുവിനെ സൂക്ഷിക്കുമെന്ന് എനിക്ക് ജാമ്യം തന്നാൽ ഞാൻ അവർക്ക് സ്വർഗം നൽകാമെന്ന് ജാമ്യം നിൽക്കാൻ ഒരുക്കമാണ്. ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നാവിൻ്റെ ഭീകരത, അതിന് ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ, അതെല്ലാം ശ്രദ്ധിക്കണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്തിറുൽ കലാം ബിഗൈരി ദിക്രില്ല. പടച്ചവന്റെ ദിക്റല്ലാത്ത, സ്മരിക്കലൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ അധികം സംസാരം നിങ്ങൾ പെരുപ്പിക്കണ്ട. കാരണം പിന്നെ കസറത്തുൽ കലാം, ഈ അധിക സംസാരം ബിഗൈരി ദിക്ര, ദിക്റല്ലാത്ത, നല്ലതല്ലാത്ത ഖസ്വത്തുൽ ഖൽബ്, അത് ഹൃദയത്തിന് കാഠിന്യമുണ്ടാക്കുന്നതാണ്. വഇന്ന ബഅദൻ നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി. അള്ളാഹുമായിട്ട് അകന്നു പോകുന്നവർ കഠിന ഹൃദയക്കാരാണ്. ഹൃദയം വളരെ ലോലമായിരിക്കണം, അതിൽ നല്ല ആശയങ്ങൾ ഉണ്ടാകണം, മറ്റുള്ളവരെക്കുറിച്ച് നല്ല മതിപ്പും ഉണ്ടാകണം. മോശമായ ഭാഷയൊന്നും സംസാരിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയെ ശപിക്കൽ ലഅനുമൂനിക ഖത്ലിഹി, അയാളെ കൊല്ലുന്നത് പോലെയാണ് എന്നൊക്കെ കാണാം. ഇവിടെ ചില ഹദീസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നാവിനൊക്കെ പ്രതിപാദിക്കുന്ന 1, 2, 3 അധ്യായങ്ങളൊക്കെ ഒരു ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. റബീ ഇബ്നു ഖൈസം എന്നവരിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അന്നഹു കാന ഇദാ അസ്ബഹ വളഅ ഖർത്താസൻ വഖലമ. പ്രഭാതമാകുമ്പോൾ ഒരു പേനയും കടലാസും എടുക്കും. എന്നിട്ട് വലാ യതകലം ബിശൈഇൻ കതബഹു വഹഫള, എന്ത് പറയുകയാണെങ്കിലും അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് വെക്കും. തുമ്മ യുഹാസിബു നഫ്സഹു ഇൻദൽ മസാഅ്. വൈകുന്നേരമാകുമ്പോൾ പിന്നെ ഒരാത്മ നിരീക്ഷണമാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നത് അദ്ദേഹം ഇങ്ങനെ അതിനെക്കുറിച്ച് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കും എന്നതാണ് അതിലെ തത്വം കാണുന്നത്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വാചകം കൂടി നമുക്കിവിടെ ശ്രദ്ധിക്കാം. അദ്ദേഹം പറയാണ്, ല അൻ അർമിയ റജുലൻ ബിസഹമിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അർമിയ ഹു ബിലിസാനി. ഒരാൾ ഒരു അമ്പ് കൊണ്ട് എറിയലാണ് എൻ്റെ നാവ് കൊണ്ട് എറിയുന്നതിനേക്കാളും എനിക്കിഷ്ടം. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന റമ്യ ലിസാൻ, നാവ് കൊണ്ട് എന്തെങ്കിലും നമ്മളങ്ങ് വിട്ടാലേ അത് തെറ്റാറില്ല. അതേസമയത്ത് റമ്യ സഹമി കദിയു, അമ്പ ചെയ്താൽ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിതെറ്റി പോയേക്കാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നാവിൽ നിന്ന് എന്ത് പുറത്തു വരുമ്പോഴും വളരെ ശ്രദ്ധാലുവാണെന്നാണ് അതിൽ മനസ്സിലാകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ചരിത്രത്തിൽ കാണാമല്ലോ, നാവിനെ പിടിച്ചുകൊണ്ട് നാവിനോട് പറയും, നീ ഗുണമുണ്ട് സംസാരിക്കൂ, നാവിൻ്റെ അറ്റത്ത് പിടിച്ച്, എന്നാൽ നിനക്ക് വിജയിക്കാം. അപ്പോൾ സൂക്ഷ്മജ്ഞാനികളായ ആളുകൾ എത്ര ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്. ഇദാ അസ്ബഹ ഇബ്നു ആദം സഅലത്തുൽ അഅ്ളാഹു കുല്ലുഹ. പ്രഭാതമാകുമ്പോൾ നാവ്, മറ്റെല്ലാ അവയവങ്ങളും നാവിനോട് പറയുമത്രേ. എന്താ പറയുന്നത്? വഖുൽന യാ ലിസാൻ നൻഷുദുക അല്ലാഹ് അൻ തസ്തഖീം. നീ ചൊവ്വായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കണം കേട്ടോ. വന്നഹു ഇനിസ്തഖന്ത ഇസ്തഖന്ന. നീ നല്ല നിലയ്ക്കാണെങ്കിൽ ഞങ്ങളൊക്കെ നല്ല നിലയ്ക്കാവും. നിന്റെ മാർഗം ശരിയല്ലെങ്കിൽ ഞങ്ങൾക്കും പിന്നെ ദിശാബോധം തെറ്റിപ്പോമെന്ന് മറ്റ് അവയവങ്ങൾ നാവിനോട് പറയുമെന്ന് പ്രമാണങ്ങൾ നമുക്ക് കാണുകയാണ്. ഏതായാലും നാവെന്ന അനുഗ്രഹം വളരെ ഗൗരവം. കഴിയുന്നതും മൗനമാകുക. മൗനം വിദ്വാന് ഭൂഷണം. മലയാളത്തിൽ നാം നേരത്തെ കേൾക്കാറുള്ളതാണല്ലോ, അസ്സുംതു ഖൈറുമെന്ന് ഹദീസിൻ്റെ ഭാഷയുമാണ്. മൗനം വളരെ ഗുണം ചെയ്യും. കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക. സംസാരത്തിൽ മതാശയങ്ങൾക്ക് വിരുദ്ധമായോ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തോ പ്രവാചകൻ വിലക്കിയത് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. മറ്റുള്ളവരെ ആക്ഷേപിക്കാനും ചീത്ത പറയാനും താഴ്ത്തിക്കെട്ടാനും ആകരുത് നമ്മുടെ മൊഴികൾ. മറിച്ച് മറ്റുള്ളവരെ പുകഴ്ത്തുക, അഭിനന്ദിക്കുക, അവരെക്കുറിച്ച് നന്മ പറയുക. അതെ, നാവ് പടച്ചവൻ്റെ പൊരുത്തത്തിൽ ചലിപ്പിച്ച് നാളേക്ക് നമ്മുടെ നാവ് ഒരു വലിയ സമ്പാദ്യമായി മാറാൻ ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.